ഉള്ള ഒരു നിയോജക മണ്ഡലത്തിൽ നിർത്തി കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുത്തണമെങ്കിൽ അന്നത് CPIക്ക് മാത്രമേ സാധിക്കുമായിരുന്നു. അത് സാധാരണ നിലക്ക് മറ്റൊരു കൂട്ടർക്കും കഴിയില്ല. അപ്പൊ ആ ശക്തി ഞങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് അത് പറഞ്ഞതെങ്കിൽ ഞങ്ങൾക്കതിൽ മറ്റു വിഷമമൊന്നുമില്ല. പക്ഷെ ഈ വസ്തുത ഓർക്കണമെന്ന് മാത്രം. അന്ന് ഞങ്ങൾ 73 സീറ്റിലാണ് മത്സരിച്ചത്. 40 സീറ്റ് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ പിന്താങ്ങിയ സീറ്റുകളടക്കമുണ്ട്. അവിടെ 3 സീറ്റാണ് CPIക്ക് കിട്ടിയത്. അതും ഓർക്കേണ്ട കാര്യമാണ്. ചരിത്ര വസ്തുതകൾ തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുന്നത് ശരിയല്ലാലോ എന്നുള്ളത് കൊണ്ട് അത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമല്ല. ഇപ്പോൾ ഒരു പ്രസക്തതയുള്ള കാര്യമല്ലത്. ഇവിടെ 70-ലെയും അനുഭവം വിജയൻ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ആ അനുഭവം നല്ലതുപോലെ ഉള്ള ഒരാളാണ് ഞാൻ. അത് നല്ലതുപോലെ മനസ്സിലാക്കി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ പറ്റിയും അതിന്റെ ഭാഗങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അതൊന്നും നല്ലതല്ല എന്നുള്ളതുകൊണ്ട് അത് നല്ലതുപോലെ മനസ്സിലാക്കിയ ഒരാളാണ്. വെളിയം വിജയൻ മനസ്സിലാക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്. അത് നല്ലതുപോലെ മനസ്സിലാക്കിയ അതിന്റെ നല്ല പാടുകളും പോലെ നടക്കുന്ന ഒരാളാണ് ഞാൻ. അത് വെളിയം മനസ്സിലാക്കിയാണ്. ഞങ്ങളൊരു തീരുമാനമെടുക്കുക, നിങ്ങളത് അംഗീകരിച്ചുകൊള്ളണമെന്ന് പറയുക. ആ നിലപാട് ഒരു ഘട്ടത്തിലും ഈ മുന്നണിയിൽ സ്വീകരിച്ചിട്ടില്ല. ഈ മുന്നണി എപ്പോഴും പരസ്പര ചർച്ചയിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്. എല്ലാ ഘട്ടത്തിലും ആ തരത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും തീരുമാനം ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്ന ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. ഇപ്പൊ കക്ഷികളുടെ നിലയെടുത്താൽ രാജ്യസഭാ സീറ്റുകൾ ചെറിയ കക്ഷികൾക്ക് കൂടുതൽ നോക്കിയാൽ ഈ കേരളത്തില് എത്ര കക്ഷികൾ, ചെറിയ ഇവിടുന്ന് രാജ്യസഭയിലേക്ക് പോയിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട്? ഞങ്ങൾ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് പോയത്. ഇപ്പൊ അടുത്ത കാലത്ത് മാത്രമല്ല, മുൻപും പോയിട്ടുണ്ട്. അടുത്ത കാലത്ത് എടുത്താൽ തന്നെ വക്കച്ചൻ മറ്റത്തിലൊരു ഘട്ടത്തിൽ പോയി. ഇപ്പൊ മന്ത്രിയായിരിക്കുന്ന പ്രേമചന്ദ്രൻ ഒരു ഘട്ടത്തിൽ പോയി. ഇതൊക്കെ ഞങ്ങൾ കൂട്ടായി തീരുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ പോയിട്ടുള്ളൂ. അപ്പൊ ഞങ്ങളെപ്പോഴും കക്ഷികളെ നല്ല രീതിയിൽ പരിഗണിക്കുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഉമ്മൻചാണ്ടി ഞങ്ങളോട് മുന്നണി മര്യാദ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. മുന്നണി മര്യാദ ഓർമ്മിപ്പിക്കുന്ന കക്ഷി കേരളത്തില് 17 സീറ്റിലാണ് മത്സരിക്കുന്നത്. ആകെ 3 സീറ്റ് മാത്രമാണ് അവർ 2 ലീഗിനും 1 കേരള കോൺഗ്രസിനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഞങ്ങള് കേരളത്തിൽ കോൺഗ്രസിനേക്കാളും സ്വാധീനശക്തിയുള്ള പാർട്ടിയാണെന്ന് ഈ കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഏതൊരാളും പറയും. പക്ഷെ ഞങ്ങളിപ്പോഴും 14 സീറ്റിൽ തന്നെയാണ്. ഞങ്ങളതിൽ നിന്ന് എന്തെങ്കിലും ഒരു സീറ്റ് വർധനവുണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമവും ഈ ഘട്ടത്തിൽ നടത്തിയിട്ടില്ല. അപ്പൊ ഉമ്മൻചാണ്ടി സ്വയമേവ തന്നെ ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും നന്നാവുക. ഇവിടെ ചില കക്ഷികളുടെ സീറ്റ് ഞങ്ങൾ പിടിച്ചെടുത്തു കളഞ്ഞുവെന്ന് ആരോപിക്കുന്നതായിട്ട് കണ്ടു. ഞങ്ങൾ പരസ്പര ചർച്ചയിലൂടെ സീറ്റിന്റെ വിജയത്തിനു വേണ്ടിയുള്ള ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ ഗുണകരമായി വന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ അനുഭവം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുകരുത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള നിലപാടുകളാണ് ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. അത് നല്ലതുപോലെ ഫലിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മുടെ കേരളത്തിന്റെ അനുഭവം. ഇവിടെ എല്ലാ സീറ്റുകളിലും 20 സീറ്റുകളിലും ഞങ്ങൾ മത്സരിക്കും. 20 സീറ്റില് ജനതാദളും കേരള കോൺഗ്രസും ഒഴികെയുള്ള സീറ്റുകളിൽ ഞങ്ങൾ മത്സരിക്കും എന്ന നില സഖാവ് വെളിയം വ്യക്തമാക്കുന്നതായിട്ട് കണ്ടു. അതിന്റെ എല്ലാം ഉത്തരവാദിത്വം എനിക്കായിരിക്കും എന്നാണ് പറഞ്ഞത്. പിണറായി വിജയനായിരിക്കും എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് എനിക്കതിന്റെ ഉത്തരവാദിത്വം വരിക? ഞാനിപ്പോഴും ധരിക്കുന്നത് അങ്ങനെയൊരു നിലപാടിലേക്കൊന്നും CPIക്ക് പോകാൻ കഴിയില്ല. കാരണം ഇത് രാഷ്ട്രീയമാണ്. നമ്മൾ എന്തെങ്കിലും വാശിയോടെ പറഞ്ഞ് ആ വാശിയങ്ങ് നടപ്പിലാക്കാനുള്ളതല്ല രാഷ്ട്രീയം. അനാവശ്യമായ വാശികൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുക. യാഥാർത്ഥ്യബോധം, ആ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങൾ സമീപിക്കാൻ തയ്യാറാവുക. അങ്ങനെ വന്നാൽ
ഈ പ്രശ്നങ്ങളിലൊന്നും മറ്റ് തർക്കങ്ങൾക്ക് യാതൊരു വഴിയുമില്ല എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഏറ്റവും അടുത്ത് നിൽക്കാൻ പറ്റുന്ന പാർട്ടികളാണ് സിപിഐഎമ്മും സിപിഐയും. ആ ധാരണ നമ്മുടെ രണ്ട് നേതൃത്വത്തിനും ഉണ്ടാവാം. ഏതെങ്കിലും ഒരു തരത്തിൽ ശബ്ദമുയർത്തിയോ കഠിന പദങ്ങൾ ഉപയോഗിച്ചോ ഒരു പാർട്ടിയെയും അടിമപ്പെടുത്താനാകില്ല എന്ന ധാരണയും നമുക്ക് പരസ്പരം ഉണ്ടാവും. അപ്പോൾ നമുക്ക് പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യം മാത്രമേ ഇപ്പോഴുള്ളൂ എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് സിപിഐയോട് കൂടി പറയുന്ന വാചകങ്ങളാണ്. ഇതെല്ലാം പറയാനിടയാകുന്നത് ഇതൊന്നും ഞാൻ പറയില്ലായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പറയില്ലായിരുന്നു. പക്ഷേ ഒരു ഏകപക്ഷീയമായ ഒരു തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമം നടക്കുമ്പോൾ അത് നാട്ടിൽ പറഞ്ഞില്ലെങ്കിൽ ഒരുപാട് ആശയക്കുഴപ്പം അതിന്റെ ഭാഗമായിട്ടുണ്ടാകുമെന്നതുകൊണ്ടാണ് ഇതെല്ലാം പറയാൻ ഇടയായത്. ഇതാണ് പൊതുവിൽ പറയാനുള്ള കാര്യം. CPI 14 സീറ്റിലും CPI പരാജയപ്പെടുന്ന